എത്ര ഫീസ് വന്നാലും ഈ കടം തീർക്കാൻ കഴിയില്ല. ഫീസൊക്കെ ഞാൻ വാങ്ങിക്കോളാം. പക്ഷേ അത് മാത്രമല്ലല്ലോ നമ്മൾ തമ്മിലുള്ള ബന്ധം. ഒരു വക്കീലും തന്റെ കക്ഷിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടില്ല. കയ്യിൽ നിന്നിങ്ങനെ കാശ് മുടക്കില്ല. ഞാനിതൊക്കെ ചെയ്യുന്നത് ഒരു വെറും അഡ്വക്കേറ്റ് എന്ന നിലയിൽ മാത്രമാണെന്നാണോ സച്ചി കരുതിയിരിക്കുന്നത്? ആദ്യം നമ്മൾ തമ്മിൽ കണ്ടത് എപ്പോഴാണെന്ന് സച്ചിക്ക് ഓർമ്മയുണ്ടോ? ആ, ഓർമ്മയുണ്ട്. അന്ന് കോടതിയിൽ വെച്ച് എനിക്ക് ജാമ്യം എടുക്കാൻ വന്നപ്പോ. അതെ, സച്ചിയുടെ കേസ് അപ്പിയർ ചെയ്യണമെന്ന് ഗൂഗിൾ സാറിനെ വിളിച്ച് പറയുമ്പോ ഗൂഗിൾ സാറിന്റെ ഏതോ ഒരു കക്ഷി എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ. പക്ഷെ പിന്നീട് സച്ചിയെക്കുറിച്ചും വീട്ടുകാരെ കുറിച്ചും ഒക്കെ കൂടുതൽ അറിഞ്ഞു വന്നപ്പോ ഒരു വക്കീലും കക്ഷി എന്നതിനപ്പുറം ഒരു കുടുംബത്തിലെ അംഗത്തിനെ പോലെ ഒരു അടുപ്പം എന്റെ മനസ്സിൽ തോന്നി. പ്രത്യേകിച്ച് സച്ചിയുമായി അടുത്തിടപഴകിയപ്പോ സച്ചിന്റെ ആരോഗ്യമായി. വക്കീലിന്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം ഒരു വെറും കക്ഷിയുടേത് മാത്രമല്ലെന്ന് എനിക്കറിയാം. എന്റെ മനസ്സിൽ സച്ചിക്കുള്ള സ്ഥാനം എന്താണെന്ന് ഒന്ന് ഊഹിച്ചു പറയാൻ പറ്റുമോ? പറയാൻ പറ്റുന്നില്ല അല്ലേ? ആ, അത് പിന്നെ ഒരു നല്ല ഫ്രണ്ട്. അർച്ചനെ വീണ്ടും കണ്ടുമുട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇല്ല. എങ്കിലും അർച്ചനയുടെ സ്ഥാനത്ത് വേണ്ട, ഇനി ഒന്നും വിശദീകരിച്ച് പറയണ്ട. എത്രയെങ്കിലും എന്നോട് മനസ്സ് തുറന്നല്ലോ, എന്നെ മനസ്സിലാക്കിയല്ലോ, അത് മതി സച്ചി. സച്ചി എന്നും അർച്ചനയുടേതാ. പവിത്രമായ നിങ്ങളുടെ ബന്ധം എന്നും അങ്ങനെ തന്നെ നിലനിൽക്കണം. എനിക്കത് കണ്ടാ മതി. ഹലോ, എന്തായി മുതലാളി? കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിച്ച വഴിയിലേക്ക് തന്നെ വരുന്നത്. പക്ഷേ വേറൊരു കാര്യം പറയാൻ ഞാൻ ഇപ്പോൾ വിളിച്ചത്. എന്താ കനകാംബരം? മാഡം കോടതിയിൽ തോക്കുന്നതിന്റെ വലിയ ആഘോഷം നടക്കുന്നത്. ആര് പറഞ്ഞു? ആതിര വീട്ടുകാരുമായി ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ഓ, അത് ശരി. ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ. ഞാനൊന്ന് വീണ് കാണാൻ പ്രാർത്ഥനയും നോമ്പുമായി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നവരാ തന്റെ സ്റ്റാഫും അവളുടെ കുടുംബവും. ആതിര ഇപ്പോ ഞാൻ വിരിച്ച വലയ്ക്കുള്ളിലാ. ആ വല മുറുകെ പിടിച്ചോണം. അത് പൊട്ടിച്ച് അവൾ ഒരിക്കലും പുറത്തു പോയരുത്. ഇല്ല മാഡം, മാഡം പറയുന്നത് അക്ഷരം പ്രതി ഈ കനകാംബരം നടപ്പിലാക്കും. മാഡത്തിന്റെ തകർച്ച അവരെ അങ്ങനെ ആഘോഷിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാലും ആ കുടുംബത്തിൽ ഒരു സന്തോഷം വരാൻ ഞാൻ സമ്മതിക്കില്ല. ആതിരയ്ക്ക് ജോലി കിട്ടിയതിന്റെ സന്തോഷത്തിലാ കുടുംബം മുഴുവൻ. കനകാംബരൻ വിരിച്ച വലയുടെ അറ്റത്ത് പിടിച്ചിരിക്കുന്ന കൈ എന്റേതാണെന്ന് അവർക്കറിയില്ല. മാഡം എന്റെ കൺ കണ്ട ദൈവം. മാഡത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. സ്വർഗത്തിൽ പോയി താമസിച്ചാലും അവളുടെ കുടുംബത്തിന് ഒരിക്കലും സന്തോഷം കിട്ടില്ല. 2 പെൺമക്കളിൽ ഒരുത്തി കുടുംബം വിട്ട് ഇറങ്ങിപ്പോയി. മറ്റവളുടെ മാനം കൂടി കപ്പൽ കയറിയ ആ തള്ള പിന്നെ ജീവനോടെ ഇരിക്കില്ല. ആതിരയുടെ കാര്യം മാഡം എനിക്ക് വിട്ടേക്ക്, അത് ഞാൻ ഏറ്റു. വേണം കനകാംബര. എന്റെ വീഴ്ച ആഘോഷിക്കുന്ന ശത്രുക്കൾക്ക് ഈ അവന്തിക തന്നെ നാശം വിതയ്ക്കും. തോൽവി ആഘോഷിക്കാൻ ഒരുത്തനെ ഞാൻ സമ്മതിക്കില്ല. ഞാൻ കൂടെ ഉണ്ട് മാഡം. ഇന്നത്തെ അവരുടെ സന്തോഷം നാളെ നമ്മുടെ സന്തോഷമായിരിക്കും. അത് എന്റെ ഉറപ്പാ. എന്റെ മനസ്സിൽ സച്ചിക്കുള്ള സ്ഥാനം എന്താണെന്ന് ഒന്ന് ഊഹിച്ചു പറയാൻ പറ്റുമോ? അത് പിന്നെ ഒരു നല്ല ഫ്രണ്ട്. ഏത് സമയത്തും
എന്തിന് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു ആത്മാർത്ഥ സുഹൃത്ത്. വക്കീലിന്റെ മനസ്സിൽ അങ്ങനെ ഒരു സ്ഥാനം എനിക്കുണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. കേസിന്റെ കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ സച്ചിയുടെ ജീവിതത്തിൽ ഞാനെന്നൊരാളുടെ ആവശ്യമേ ഇല്ല. ഞാൻ സച്ചിയെ സ്നേഹിച്ച ഓരോ നിമിഷവും സച്ചിയെ എനിക്ക് സ്വന്തമാക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല, സച്ചിക്ക് സമാധാനവും സന്തോഷവും കിട്ടാനായിരുന്നു. കേസ് ജയിച്ച് സച്ചിക്കും കുടുംബത്തിനും എല്ലാം തിരിച്ചു കിട്ടട്ടെ. അതോടൊപ്പം അർച്ചനയുടെ ഓർമ്മകളും തിരിച്ചു കിട്ടട്ടെ. ഞാനിപ്പോഴും അർച്ചനയുടെ ഭർത്താവാ, അവളുടെ കുഞ്ഞിന്റെ അച്ഛനാ. ഈ ലോകത്ത് എനിക്ക് അവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും. സച്ചി അർച്ചനയും ഒന്നു ചേർന്ന് അവരുടെ ജീവിതം സന്തോഷഭരിതമാവട്ടെ. ഹലോ സച്ചി. സച്ചി എന്താ വിളിച്ചത്? സോറി വക്കീലെ. സച്ചി എന്തിനാ സോറി പറയുന്നത്? വക്കീലിനെ വല്ലാതെ നിരാശപ്പെടുത്തേണ്ടി വന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. പക്ഷേ എന്റെ അവസ്ഥ അറിയാലോ. അല്ലെങ്കിലും ചിലതൊക്കെ അങ്ങനെയാ സച്ചി. ആഗ്രഹിക്കുന്നതൊന്നും നമുക്ക് കിട്ടണമെന്നില്ലല്ലോ.